അഷ്കർ, നമ്മളുടെ ഹമീദ് ഇദ്ദേഹത്തിന്റെ ഓട്ടോയെ കുറിച്ചൊരു അഭിപ്രായം നേരത്തെ പറഞ്ഞു. ഷെഫീഖ് കമ്പനിക്കാട് പറഞ്ഞു. നമ്മുടെ ഇവിടുത്തെ ഒരു ഈ രക്തം ആവശ്യമുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിലൊക്കെ നാട്ടുകാർ ആദ്യം വിളിക്കുന്ന ഒരാളാണ്. അധ്യാപകം കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഇരുചക്ര വാഹനം അതൊന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെ ആയിരുന്നു. ഇരുചക്ര വാഹനം ഇവിടെ ഉണ്ടോ? ഇരുചക്ര വാഹനം ഷഫീഖിന്റെ ഇരുചക്ര വാഹനം ഒരു മൊബൈൽ ആംബുലൻസ് ആണെന്നാണ് പറയുന്നത്. രക്തമെടുക്കുന്ന ആളാണ് കേട്ടോ, കൊടുക്കാൻ വേണ്ടി, അല്ലാതെ എടുക്കുന്ന ആളല്ല. മാത്രമല്ല രക്തദാനം മാത്രമല്ല ഒരുപാട് പരിപാടിയുണ്ട്. എന്തൊക്കെ സജ്ജീകരണങ്ങൾ അതിൽ എന്തൊക്കെ സജ്ജീകരണങ്ങളുണ്ട്? ടൂ വീലറാണോ ത്രീ വീലറാണോ? ടൂ വീലറിനകത്ത് എപ്പോഴും എന്തൊക്കെ കാണും? ബൈക്ക് ആംബുലൻസ് ആണ് നമുക്ക്. ബൈക്ക് ആംബുലൻസ്, അതിനകത്ത് അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ്, അതുപോലെ തന്നെ സ്ട്രക്ചർ, ഓക്സിജൻ സിലിണ്ടർ പോലെ സ്ട്രക്ചറൊക്കെ അതിനകത്തുണ്ടോ? ഹോൾഡിംഗ് സ്ട്രക്ചർ ഏറ്റവും ചെറുതാക്കിയിട്ട് മടക്കാൻ പറ്റുന്ന കുഞ്ഞു സ്ട്രക്ചർ ഉണ്ട്. പെട്ടെന്ന് പോകുന്ന വഴിക്ക് ഒരു അപകടം കണ്ടാൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ഒരു മിനി 108 എന്നാണ് വേണമെങ്കിൽ പറയാം. ഓക്സിജൻ പുറത്തുനിന്ന് എടുക്കണമെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം അതിനകത്ത് കിട്ടും അല്ലേ? അത് മാത്രമല്ല മരം മുറിക്കാനുള്ള മഴു വരേണ്ടത് അതുകൊണ്ട് മരം മുറിക്കാനുള്ള മഴു, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ഒരു മൊബൈൽ സ്ട്രക്ചർ, പിന്നെന്താണ് നമുക്ക് അത്യാവശ്യം വേണ്ട ട്രെയിനിങ് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ കീഴിൽ സിവിൽ ഡിഫൻസ് എന്ന് പറയുന്ന പഠിപ്പിക്കുന്നത് അപ്പോൾ എന്തെല്ലാം ISS ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പഠിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് എത്ര പേരെ രക്ഷിച്ചിട്ടുണ്ട്? കുറേ പേരെ രക്ഷിച്ചിട്ടുണ്ട്. ഇതുവരെ 9 പേരുടെ CPR, അതിൽ 4 പേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. വണ്ടർഫുൾ. നോക്കൂ, 4 പേർക്ക് ജീവൻ കൊടുത്ത ഒരു മൊബൈൽ ആംബുലൻസ് അല്ലേ, ടൂ വീലർ ബൈക്ക് ആംബുലൻസിന്റെ കക്ഷിയാണ്. ഇതെല്ലാം നമുക്ക് കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. ഇതിന് അധികം സ്ഥലമൊന്നും വേണ്ടല്ലോ അല്ലേ? കൃത്യമായിട്ടൊരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ എനിക്കൊന്ന് ഈ ടൂ വീലർ ഉപയോഗിക്കുന്ന എല്ലാവരും ഇത്തരം സംവിധാനങ്ങൾ മൊത്തം ഇല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ബൈക്ക് ആംബുലൻസ്, ഒരു മിനി ബൈക്ക് ആംബുലൻസ് ആയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവൻ അവരന് സുഖത്തിനായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതും മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേക മാതൃകയാണ് ബൈക്ക് ആംബുലൻസ്. അപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായി, ഒരു പുതിയ ഐഡിയ ആണ്. അപ്പോൾ ഗംഭീരമായിട്ടുണ്ട്. 4 പേര് ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണക്കാർ ഒരുപക്ഷെ ഈ പറയുന്ന ഷഫീഖ് കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, എൻ്റെ പേര് ഗിരീഷ്. ഹലോ, എൻ്റെ പേര് പാർത്ഥിവ്. ഓക്കെ, ഞാൻ ഇടയ്ക്ക് നമ്മൾ സമദിനെ പരിചയപ്പെടുത്താം. ഞാൻ ഈ സംഘത്തെ ഒന്ന് പരിചയപ്പെടുത്താനുള്ള കാരണം, ഇങ്ങനെ ധാരാളം ആളുകൾ പല ആവശ്യങ്ങൾക്കുമായിട്ട് മൊബൈൽ ഫോണിൽ ഇങ്ങനെ SMS മെസ്സേജ് വയ്ക്കും. അതിലൊരാൾ വളരെ പെട്ടെന്ന് പരിഭ്രാന്തിയോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാവശ്യമായിട്ട് ബ്ലഡ് ഗ്രൂപ്പ്, അന്ന് ഏതായിരുന്നു? പോസിറ്റീവ് ആയിരുന്നു. അന്ന് ഞാൻ ചോദിച്ചത് ഓപ്പോസിറ്റീവ് ആയിരുന്നു. ഓപ്പോസിറ്റീവ്. അപ്പോൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ നിന്ന് ഇവർ അത് തയ്യാറാക്കി കൊടുത്തു. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? എത്ര പേരുണ്ട് ഈ ഗ്രൂപ്പിൽ? ഒത്തിരി പേരുണ്ട്. ഇതൊരു ടീം വർക്കാണ്. BDK പറഞ്ഞാൽ ഒരു ടീം വർക്കാണ്. ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും ലഹരി കണ്ടെത്തും. ഫുട്ബോളിൽ കളികൾ. ഞങ്ങൾ ലഹരി പറഞ്ഞാൽ രക്തം ദാനം ചെയ്യുന്നതിലും അതിൽ ഡോണർമാരെ കണ്ടെത്തുന്നതിലുമാണ്. അതൊരു ലഹരിയായിട്ട് എടുത്തു. അപ്പോൾ ഷഫീഖ് ബൈക്ക് ആംബുലൻസിലാണ് ലഹരി കണ്ടെത്തുന്നത്. നിങ്ങൾക്ക് അങ്ങനെ സഹായിക്കാൻ പറ്റും. ഒരു ബൈക്ക് ഓടിച്ചു പോയാലും മനുഷ്യരെ സഹായിക്കാൻ പറ്റും. സമതും സംഘവും കണ്ടെത്തുന്നത് രക്തം പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുക, അതിൻ്റെ ഡോണേഴ്സിനെ കണ്ടെത്തുക, അതിൻ്റെ റെസിപ്പിയൻസിനെ കണ്ടെത്തുക, സന്തോഷപൂർവ്വം രക്തം ദാനം ചെയ്യുക. അതാണ് ലഹരി. എത്രയെത്ര ലഹരികൾ നമുക്ക് സാധ്യമാണ് അല്ലേ? ഈ രാസലഹരിക്ക് പിന്നാലെ പോകണമെന്നാണ് ചോദ്യം. താങ്ക് യു സമദ്, ഗംഭീരമാവട്ടെ. അപ്പോൾ ഉഷാറായി നിങ്ങളുടെ BDKയുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. റിപ്പോർട്ടറിൻ്റെ ആർമി സംഘത്തിൽപ്പെട്ടവരാണ് ഇവരെല്ലാവരും. അപ്പോൾ ഷഫീഖ് കൂടുതൽ കിലോമീറ്ററുകൾ ഷഫീഖിൻ്റെ മൊബൈൽ ആംബുലൻസ് ഓടട്ടെ കേട്ടോ. താങ്ക് യു. പ്രത്യേകതയും കൂടെ ഉണ്ട്. കേരളത്തിൽ നിന്ന് പുറത്ത് ആദ്യമായിട്ട് പോയിട്ട് GCC പോയിട്ട് ബ്ലഡ് കൊടുത്തത് ഞങ്ങളുടെ സംഘടനയാണ്. ബ്ലഡ് ഡോണേഴ്സ് കേരള എന്ന സംഘടനയാണ്. ബോംബെ O പോസിറ്റീവ് പറഞ്ഞൊരു റയർ ഗ്രൂപ്പാണ്. സൗദിയിലുള്ള ഒരു ബാലന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. കേരളത്തിൽ നിന്ന് ആളുകൾ പോയിട്ടാണ്, 4 പേര് പോയിട്ടാണ്. അതിലൊന്ന് ലേഡിയാണ്. അപ്പോൾ നമുക്ക് ബ്ലഡ് ഡൊണേഴ്സ് കേരള എന്ന് പറയുന്ന സംഘടന കൂടി ഇവിടെയുണ്ട്. ആ സംഘടനയെ കൂടി പരിചയപ്പെടുത്തുകയായിരുന്നു. കേരളത്തിൽ നിന്ന് പുറത്തും അവർ പോയിട്ട് രക്തം ദാനം ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. നമ്മൾക്ക് ജീവിതത്തിൽ കൃത്യമായ ഇടവേളകളിൽ രക്തം ദാനം ചെയ്യാൻ പഠിക്കുക തന്നെ വേണം. നമ്മുടെ ശരീരത്തിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. കറക്റ്റ് അല്ലേ? ഒരു കുഴപ്പവും നമ്മുടെ ശരീരത്തിന് ഉണ്ടാവില്ലെന്ന് മാത്രമല്ല നമ്മൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആവും അല്ലേ? തീർച്ചയായും. അപ്പോൾ രക്തം ദാനം ചെയ്യൂ, കോൺഫിഡൻ്റ് ആവൂ, അതിൽ ലഹരി കണ്ടെത്തൂ എന്നുള്ളതാണ്. രക്തം എടുക്കാനല്ല, രക്തം കൊടുക്കാൻ. അതിനുള്ള ഒരു ദിവസം കൂടി ആവട്ടെ. അപ്പോൾ